ശ്രീ ബൽദേവ്, നേരത്തെയൊക്കെ താങ്കൾ ഇവിടെ വെച്ച് തന്നെ ഈ ജനം ഡിബേറ്റിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് പാർട്ടിയുടെ രീതിയാണ്, CPM-ന്റെ പാർട്ടി, ഇടതുപക്ഷത്തിൻ്റെ നയം എന്നൊക്കെ. പക്ഷേ അതിനെയാണ് ഭരണപക്ഷത്തുള്ള MLA ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് നയവും അല്ലെങ്കിൽ ഇടതുപക്ഷ നയവും ഒക്കെ കൃത്യമായി ഉണ്ടെങ്കിൽ ആദ്യത്തെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ PV അൻവറിനെ വിലക്കേണ്ടതല്ലേ? ആ വിലക്ക് ശിരസ വഹിച്ചുകൊണ്ട് PV അൻവർ പാർട്ടി തലത്തിൽ മാത്രമായി ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതല്ലേ? പക്ഷേ ഇപ്പോൾ PV അൻവർ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു, അതിൽ നിന്നൊന്നും ഒരു ഫലവും കാണുന്നില്ല, അതുകൊണ്ട് ഇതാ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടി തുടർ നടപടി എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുന്നതല്ലേ ഉചിതം? PV അൻവർ പാർട്ടിക്കാരനല്ല, പാർട്ടി പിന്തുണ കൊടുക്കുന്ന ഒരു സ്വതന്ത്ര MLA ആണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് ജയിച്ചു. ഒരു ഇടതുപക്ഷ പാർട്ടിയിലും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരിക്കലും ഉണ്ടാകില്ല. പിന്നെ പല സ്വതന്ത്ര MLA ഏത് പാർട്ടിയുടെ ആയിരുന്നാലും അവർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർട്ടിക്ക് അതീതമായിട്ട് പോകാറുണ്ട്. ഞങ്ങളുടെ ഒരു സ്വതന്ത്ര MLA ആയിരുന്ന ഒരു IAS അൽഫോൺസ് കണ്ണന്താനം BJP-യിൽ വന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പൊ ഇതൊരു സ്വതന്ത്ര MLA അവർക്ക് പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. അവർക്ക് അന്നേരം ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ കാഴ്ചപ്പാടും. അപ്പൊ എല്ലാ പാർട്ടികളും, കോൺഗ്രസ് സ്വതന്ത്രന്മാർ നിർത്താറുണ്ട്, BJP സ്വതന്ത്രം നിർത്താറുണ്ട്, ഇടതുപക്ഷ മുന്നണിയും സ്വതന്ത്രം നിർത്താറുണ്ട്. അത് സ്വതന്ത്രം നിർത്തുന്നത് ആ സ്ഥലത്തെ ചില സാഹചര്യങ്ങൾ നോക്കി ചില സ്വതന്ത്രം നിർത്തും. അത് പാർട്ടിക്ക് പലപ്പോഴും ബാധ്യതയായിട്ട് വന്നുകൊണ്ട് അത് തർക്കമൊന്നുമില്ല. ഈ സ്വതന്ത്രന്മാർ കൂടുതലും പലപ്പോഴും പാർട്ടിക്ക് ബാധ്യതയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ MK ഹരിദാസ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് അൻവറിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ ഭയമുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പരിപൂർണമായിട്ട് അൻവറിനെ തള്ളിയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ പശ്ചാത്തലം വരെ പറഞ്ഞു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല, അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ല, അദ്ദേഹം പഴയ ഒരു മറ്റു പാർട്ടിക്കാരനാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മുഖ്യമന്ത്രി പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലെവലേശം പോലും അൻവറിന്റെ ഭയമില്ല എന്നുള്ളതാണ്. പിന്നെ അൻവർ ഇനിയും പലതും പറയുമെന്ന് പറഞ്ഞു. അൻവറിന്റെ കയ്യിൽ, ബഹുമാനപ്പെട്ട MK, ഇനി അൻവറിന്റെ കയ്യിൽ ഒന്നുമില്ല. അൻവർ അദ്ദേഹത്തിന്റെ ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അൻവറിന്റെ കയ്യിലുള്ളത് നേരത്തെ ഇവിടെ പ്രിന്റ് പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ തിരിച്ച് ബൂമറാങ് പോലെ അൻവറിലേക്ക് തന്നെ ചെല്ലും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ പല പോലീസ് ഓഫീസർമാരും തീർച്ചയായിട്ടും അതിനെതിരെ അൻവറിലേക്ക് തന്നെ തിരിയുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അരുവും മുലയും മാത്രം പറഞ്ഞു പോകുന്നത്. ഇന്ന് 3 മണിക്കൂറോളം സമയം അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പ് മൊഴി കൊടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷണം തീരുന്നില്ല. വളരെ കൂടുതൽ ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കേരളത്തിന്റെ പല മേഖലകളിലും പല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും പല പോലീസ് ഉദ്യോഗസ്ഥരെയും എന്തിന് സ്വർണ്ണക്കേസിൽ ഇപ്പോൾ കരിപ്പൂരുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പല നിരവധി പ്രതികളെല്ലാം ഈ കേസുമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പൊ ചോദ്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിന്റു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. ഈ സ്വർണം വരുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും പല ചർച്ചയിലും പറയുന്നതാണ്. സ്വർണം കരിപ്പൂർ എയർപോർട്ടിൽ വരുന്നു. എയർപോർട്ടിനകത്ത് നിന്ന് കേരള പോലീസിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ എയർപോർട്ടിൽ നിന്ന് സ്വർണം പുറത്തു വരുമ്പോൾ ആർക്കൊക്കെ ഇൻഫർമേഷൻ ലഭിക്കുന്നത്, അത് അൻവർ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ കുറച്ച് പേര് സ്വർണം പിടിക്കുന്നു. അപ്പോൾ കസ്റ്റംസിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എയർപോർട്ടിനകത്ത് തന്നെ എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥരോ കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥരോ ആരൊക്കെയോ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഇന്ന ഭാഗത്ത് സ്വർണം വരുന്നു. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2 ലോബിയുണ്ട്. ഒരു ലോബിക്കെതിരെ പണ്ട് ബോംബെ അധോലോകങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സെക്രട്ടറി അങ്ങനെയായിരുന്നു. മറ്റൊരു ലോബിയുടെ സ്വർണം പിടിപ്പിക്കുക. അതിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥര് ഏതെങ്കിലും ഒരു ലോബി കൊണ്ടുവരിക. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കൺട്രോൾ ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിന്റുവിന്റെ പാർട്ടിയാണ്. എയർപോർട്ട് ഭരിക്കുന്നത് പ്രിന്റുമാണ്, ഞങ്ങളാരുമല്ല. അപ്പോൾ എയർപോർട്ടിനകത്തുനിന്ന് ഈ സ്വർണം എങ്ങനെ പുറത്തു വരുന്നു? അപ്പോൾ എയർപോർട്ടിൽ എങ്ങനെ സ്വർണം വരുന്നു? ഇത് വിമാനത്തിലാണല്ലോ ഈ സ്വർണം വരുന്നത്. വിമാനത്തിൽ ഒരു രാജ്യത്തുനിന്ന് വിമാനം സ്വർണത്തിൽ കയറ്റി അയക്കുമ്പോൾ വിളിക്കുന്ന എന്തായാലും പ്രിന്റും MKയും എല്ലാ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ രാജ്യത്ത് കയറുമ്പോൾ എവിടെയാ ചെക്കപ്പ് ചെയ്യുന്നത്? ദുബായിൽ നിന്ന് കയറിയാൽ ദുബായിൽ വെച്ചാണ് നമ്മുടെ ചെക്ക് ഇൻ ബാഗും ഹാൻഡ് ബാഗും നമ്മുടെ ബോഡിയെല്ലാം സ്കാൻ ചെയ്യുന്നത്. കൊച്ചി എയർപോർട്ടിൽ തിരുവനന്തപുരത്ത് നമ്മൾ വന്നിറങ്ങിയാൽ ഡ്യൂട്ടിബിൾ ഗുഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ചാനൽ വഴി പുറത്തു പോരും. നമ്മളെവിടെ ആരും പരിശോധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്വർണങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനകത്ത് കേന്ദ്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അങ്ങേയറ്റത്തെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിന്റു, BJP നേതാക്കന്മാരോട് ഇത്രയധികം ആരോപണങ്ങൾ
PV അൻവർ MLA ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്തിനൊക്കെ നേതൃത്വം നൽകുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടൽ നടത്താവുന്ന കസ്റ്റംസ് ആണ് എന്ന് പറഞ്ഞൊഴിയാൻ സാധിക്കുന്നത്? നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചു ഈ സൂചനകൾ മാത്രമാണ് PV അൻവർ നൽകുന്നത്, ഇനി മറ്റ് തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ സൂചനകൾ നൽകി വിലപേശുകയാണ് PV അൻവർ എന്ന് പറയുന്നതല്ലേ ശരി? ഇല്ല, ഒരു വിലപേശലും ഇല്ല. കാര്യം അദ്ദേഹം വിലപേശലാണെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ആർക്കെതിരെ ആരോപണം കൊണ്ടുവന്ന് ADGPക്കെതിരെ ആരോപണം കൊണ്ടുവന്നു. ADGP ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ഭയമുണ്ടെങ്കിലോ എന്തെങ്കിലും രേഖകൾ പുറത്തുവിടുമെന്നുണ്ടെങ്കിലോ ആദ്യം ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമായിരുന്നു. ADGP മാറ്റിയിട്ടില്ല. അതിനുശേഷമാണ് അദ്ദേഹം P ശശിക്കെതിരെ വ്യക്തമായ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം. ADGP തൽസ്ഥാനത്ത് തുടരുന്നു. അദ്ദേഹത്തിന് ഭരണതലത്തിൽ സ്വാധീനിക്കാൻ കഴിയും ഇനിയുള്ള തുടരന്വേഷണങ്ങളെയൊക്കെ. ഒരുപക്ഷെ PV അൻവർ ഈ കോടിക്കണക്കിന് രൂപയുടെ കവടിയാറിലുള്ള വസ്തുവും വീട് നിർമ്മാണവും പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് പറഞ്ഞ ഫ്ളാറ്റിന്റെ മറിച്ച് വിൽപ്പന പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ തുടർന്ന് ഈ പൊതുസമൂഹം എങ്ങനെ അറിയുമായിരിക്കും? ഇതുപോലെ കേരളത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഫ്ളാറ്റ് കച്ചവടവും കുംഭകോണവും സ്വർണ്ണ കച്ചവടവും കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ ആരും ഇത് അറിയുന്നില്ല. ആരെങ്കിലും ആരോപണമായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും ഇത് അറിയുന്നത്. അത് ശരിയാണ്. ഒരുപക്ഷെ തിരിച്ചൊരു ചോദ്യം വരാം, ADGP പോലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന് ഇത് വാങ്ങിച്ചാൽ അറിയണ്ടേ എന്ന്. അതിനകത്ത് ഒരുപക്ഷെ വിജിലൻസ് വീഴ്ച ഉണ്ടാകാം. അപ്പൊ ഇത് സ്വർണം പൊട്ടിക്കലും ADGP പോലെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വാങ്ങിച്ചാൽ ഇത് അറിയണ്ടേ എന്നുള്ളതല്ല. സമ്പാദനമാണ്. അദ്ദേഹത്തിന്റെ വരുമാനം എത്ര? 15 കോടിയോളം രൂപ വസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്ന വരുമാനമുണ്ടോ അദ്ദേഹത്തിന്? ഇനി അതല്ല, പൈതൃകമായി ലഭിച്ച സ്വത്താണോ? പൈതൃകമായുള്ള എന്തെങ്കിലും സ്വത്തുവകകൾ ഇതിൽ കാണിക്കുന്നുണ്ടോ? സോഴ്സ് ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ്. അത് വിജിലൻസ് കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ADGP ഈ സ്വത്ത് വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, രോഹിണിക്ക് അറിയത്തില്ല, പ്രിന്റുവിന് അറിയത്തില്ല, MKക്ക് അറിയത്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാരമ്പര്യ സ്വത്താണോ അല്ലെങ്കിൽ രോഹിണിക്ക് തർക്കിച്ച് പറയാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസില് നമുക്കറിയാം ഒരു IAS IPS ഓഫീസർമാർ കല്യാണം കഴിക്കുന്നത്. അതെന്തായാലും MK ഹരിദാസോ തർക്കിക്കത്തില്ല. IAS IPS ഓഫീസർമാർ കല്യാണം കഴിക്കുന്നത് കേരളത്തിലെ കോടീശ്വരന്മാര് അവർക്ക് ലിസ്റ്റിൽ വരുമ്പോഴേ കോടിക്കണക്ക് എന്റെ നാട്ടിലുമുണ്ട്. IAS കിട്ടില്ല, ഇന്ത്യൻ റെയിൽവേ സർവീസ് IRS ആണ് കിട്ടിയത്. എത്ര കോടി രൂപയുടെ സ്വത്ത് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഏക്കർ കണക്കിന് വസ്തുവാണ് എഴുതി വെച്ചേക്കുന്നത്. കുറഞ്ഞ ഞങ്ങളുടെ കണക്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 100 കോടി രൂപയുടെ സ്വത്തെങ്കിലും കൊടുത്തതാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസിൽ അത്രയും വലിയ സ്വത്തുള്ളത് നമുക്കറിയാവും. എനിക്കറിയില്ല, രോഹിണിക്ക് അറിയാമെങ്കിൽ അത് വ്യക്തമാക്കണം, MK ഹരിദാസിന് അറിയാമെങ്കിൽ അത് വ്യക്തമാക്കണം. അപ്പൊ IAS IPS ഓഫീസർമാരുടെ കാര്യം അവർക്ക് ഇങ്ങനെ വലിയ സോഴ്സുകളുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് കൈക്കൂലി വാങ്ങിച്ച കാശാണോ, അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയ സ്വത്താണോ, അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്താണോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അപ്പൊ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. അന്വേഷിച്ച് റിപ്പോർട്ട് വരുമ്പോൾ അതിന് പ്രത്യേക ടീമിനെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക ടീമിനെ വിജിലൻസിന്റെ ഡയറക്ടർ തന്നെ വെച്ചിരിക്കുന്നു. യോഗേഷ് ഗുപ്ത, അദ്ദേഹം വിജിലൻസ് ഡയറക്ടറാണ്, സീനിയർ IPS ഓഫീസറാണ്. അദ്ദേഹത്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷിച്ച് പുറത്തു വരട്ടെ. അപ്പോൾ ഓരോ കാര്യങ്ങൾ അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ശശിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹം എഴുതി കൊടുത്ത 11 ഐറ്റത്തിലുണ്ട്. അത് DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിന്റെ പ്രഥമഘട്ടമാണ് അൻവറിനെ ചോദ്യം ചെയ്തത് എന്താ? പരാതിക്കാരന്റെ വ്യക്തമായ മൊഴിയെടുക്കുന്നു, വിശദമായ മൊഴിയെടുക്കുന്നു. ആ മൊഴിയുടെ അന്വേഷണത്തിൽ ആ പ്രാരംഭഘട്ടത്തിൽ മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോകും. ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിയുമ്പോൾ വ്യക്തമായ തെളിവുകൾ പുറത്തു വരും. അപ്പോൾ എവിടെ നിന്നാണ് ADGPക്ക് സ്വത്ത് കിട്ടിയത്, ഇത്രയും പണം എവിടെ നിന്ന് വന്നു നമുക്കറിയാം. നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി.